നിർമ്മല കോളേജിൽ ചില വിദ്യാർത്ഥികൾ നമസ്കാരമുറിക്ക് വേണ്ടി നടത്തിയെന്ന് പറയപ്പെടുന്ന പ്രക്ഷോഭത്തെക്കുറിച്ചും അതേച്ചൊല്ലിയുണ്ടായ കോലാഹലങ്ങളെക്കുറിച്ചുമാണ് ഈ വീഡിയോയിൽ ചർച്ച ചെയ്യുന്നത്. ഇതേക്കുറിച്ച് ഇനിയും ആർക്കെങ്കിലും അറിയാതെ ഉണ്ടെങ്കിൽ സംഭവം ചുരുക്കത്തിൽ ഇങ്ങനെയാണ്. നിർമ്മല കോളേജിൽ റെസ്റ്റ് റൂം എന്ന് വിളിക്കപ്പെടുന്ന ഒരു മുറി കുറച്ച് നാളുകളായി ഏതാനും മുസ്ലിം വിദ്യാർത്ഥിനികൾ നമസ്കാരത്തിനായി ഉപയോഗിച്ചിരുന്നു. മുസ്ലിം നമസ്കാരത്തെക്കുറിച്ച് അറിയാവുന്നവർക്കറിയാം, അത് കേവലം 5 മുതൽ 6 മിനിറ്റ് വരെ മാത്രം നീണ്ടു നിൽക്കുന്നതും യാതൊരുവിധ ശബ്ദ കോലാഹലങ്ങളും ശല്യവും ഉണ്ടാകാത്ത ഒന്നുമാണ്. ഈ പറയുന്ന ഏതാനും പേര് മാത്രമാണ് അവിടെ നിസ്കാരത്തിനായി ഉപയോഗപ്പെടുത്തിയിരുന്നുള്ളൂ എന്നും വ്യക്തമാണ്. എന്നാൽ ഇത് ചിലർക്ക് അരോചകമായി തോന്നുകയും അത് വിലക്കുകയും ചെയ്യുകയുണ്ടായി. നമ്മുടെ നാട്ടിലെ മാറുന്ന ചിന്താഗതികളുടെ പശ്ചാത്തലത്തിൽ അതിൽ അത്ഭുതപ്പെടാനുമില്ല. ഇക്കാര്യത്തിൽ ഒരു അനുകൂല തീരുമാനത്തിനായി 4 പേർ അടങ്ങുന്ന മുസ്ലിം വിദ്യാർത്ഥിനികളുടെ ഒരു സംഘം പ്രിൻസിപ്പൽ അച്ഛനെ ചെന്ന് കാണുകയും തങ്ങളുടെ ആവശ്യം ഉന്നയിക്കുകയും ചെയ്തു. പ്രിൻസിപ്പൽ ആവശ്യം രേഖാമൂലം എഴുതിത്തരാൻ ആവശ്യപ്പെടുകയും പിന്നീട് ഇനിയും വ്യക്തമാകാത്ത എന്തൊക്കെയോ സംഭവവികാസങ്ങളിലൂടെ അതൊരു വലിയ വിദ്യാർത്ഥികളുടെ കൂട്ടം നയിച്ച ഘൊരാവോയിലേക്കും പ്രക്ഷോഭത്തിലേക്കും നീങ്ങുകയും ചെയ്തു. ഇത് സമൂഹ മാധ്യമങ്ങളിൽ വലിയ ചർച്ചയാവുകയും ഇപ്പോഴും ചർച്ച തുടർന്നുകൊണ്ടിരിക്കുകയുമാണ്. ഇവിടെ മനസ്സിലാകുന്ന കാര്യം, ഏതൊരു കോളേജിലും സാധാരണ സംഭവിക്കാവുന്ന ഒരു കാര്യമാണ് ഇവിടെ തുടക്കത്തിൽ സംഭവിച്ചത്. ഏതാനും മുസ്ലിം പെൺകുട്ടികൾ ഒരാവശ്യവുമായി കോളേജ് പ്രിൻസിപ്പലിനെ സമീപിക്കുന്നു. അവർ കൊച്ചുകുട്ടികളാണ്. നിഷ്കളങ്കരായ അവർ മറ്റു കുട്ടികളെപ്പോലെ തങ്ങളുടെ ഒരു ആവശ്യം നടത്തിത്തരുമോ ഇല്ലയോ എന്നറിയാൻ രക്ഷാകർത്താവും പ്രതിതുല്യനുമായി കണക്കാക്കപ്പെടുന്ന പ്രിൻസിപ്പൽ അച്ഛനെ സമീപിക്കുന്നു. പ്രിൻസിപ്പലിന് ബഹുമാനവും വിശ്വാസവും ഉള്ളത് കാരണവും ആർക്കും ഉപദ്രവമില്ലാത്ത കാര്യമെന്ന് അവർ കരുതിയതുമായ ഒരു കാര്യത്തിന് അദ്ദേഹം തങ്ങൾക്ക് അനുകൂലമായ നിലപാട് എടുക്കും എന്ന വിശ്വാസമുള്ളതുകൊണ്ടാണല്ലോ അവർ ഇതിന് മുതിർന്നത്. അച്ഛൻ്റെ തീരുമാനം എന്തു തന്നെയാണെങ്കിലും അത് അംഗീകരിക്കുക എന്നതിൽ കവിഞ്ഞ് ഒരു അജണ്ടയും അവർക്ക് ഉണ്ടാകാൻ യാതൊരു സാധ്യതയുമില്ല. അതല്ലാതെ ഒരു ക്രൈസ്തവ സ്ഥാപനത്തിൽ ബഹളം വെച്ച് നമസ്കാരമുറി നേടിയെടുക്കാൻ കഴിയും എന്ന് വിശ്വസിക്കാൻ മാത്രം ബുദ്ധിശൂന്യത ഏതാണെങ്കിലും അവർക്ക് ഉണ്ടാകാൻ സാധ്യതയില്ല. എന്നാൽ നമ്മുടെ പ്രിൻസിപ്പൽ പിതാവ് ഇത് എങ്ങനെയാണ് കൈകാര്യം ചെയ്തത് എന്നുള്ളതാണ് വിഷയം. സാധാരണഗതിയിൽ അത് സാധ്യമല്ല എന്ന് പറഞ്ഞാൽ തീരാവുന്ന പ്രശ്നമേ ഉള്ളൂ. ഇനി അതിനപ്പുറത്തേക്ക് അത് കൊണ്ടുപോകണമെന്ന് കോളേജ് മാനേജ്മെൻറ്റിന് എന്തെങ്കിലും താല്പര്യമുണ്ടായിരുന്നോ എന്നുള്ള ചോദ്യം ഉയരുന്നുണ്ട്. അച്ഛൻ്റെ പ്രസ്താവന വരികൾക്കിടയിലൂടെ വായിക്കുമ്പോൾ ഇക്കാര്യത്തിലുള്ള കോളേജ് മാനേജ്മെൻറ്റിൻ്റെ അസഹിഷ്ണുത വ്യക്തമാണ്. അദ്ദേഹത്തിൻ്റെ പ്രസ്താവന ഒന്ന് ശ്രദ്ധിക്കുക. എപ്പോഴും ഉയർന്ന മതമൂല്യവും അതോടൊപ്പം തന്നെ മതേതരത്വ മൂല്യവും സാഹോദര്യവും സഹിഷ്ണുതയൊക്കെ ഉറപ്പുവരുത്താൻ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുന്ന ഒരു ക്യാമ്പസാണ് നിർമ്മല. കഴിഞ്ഞ ജൂലൈ 26 വെള്ളിയാഴ്ച കോളേജിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൽപ്പെട്ട വിദ്യാർത്ഥിനികൾ നിസ്കാരം നടത്തുവാൻ ഒരു മുറി അനുവദിക്കണം എന്ന ആവശ്യവുമായി സംഘം ചേരുകയും പ്രസ്തുത ആവശ്യം എഴുതി തയ്യാറാക്കി പ്രിൻസിപ്പലിന് സമർപ്പിക്കുകയും ചെയ്തിരുന്നു. കോളേജ് ഇത് പരിശോധിക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇക്കാലം അത്രയും പുലർത്തിപ്പോരുന്ന അതേ നയം തന്നെ തുടരുവാനും പ്രസ്തുത ആവശ്യം ഒരു തരത്തിലും അനുവദിക്കേണ്ടതില്ല എന്ന തീരുമാനം കൈക്കൊള്ളുകയാണ് ചെയ്തത്. കേവലം 4 പെൺകുട്ടികൾ വന്ന് നമസ്കാരത്തിനായി സൗകര്യം തുടർന്നു കൊണ്ടുപോകാൻ ആവശ്യപ്പെടാനായി വന്നത് സംഘം ചേർന്ന് വന്നു എന്നാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിലുള്ളത്. ഇതിൽ നിന്ന് തന്നെ അദ്ദേഹത്തിൻ്റെ ചിന്താഗതി വ്യക്തമാണ്. പ്രസ്തുത മുറി ഏതാനും മാസങ്ങളായി നിസ്കാരത്തിൻ്റെ ആവശ്യത്തിന് ഉപയോഗിച്ചിരുന്നതായി പറയപ്പെടുന്നു. അവിടെ ഇനി നിസ്കാരം ഭാവിയിൽ നടത്തരുത് എന്ന് പറഞ്ഞാൽ തീരേണ്ട ഒരു കാര്യമേ ഉള്ളൂ. എന്നാൽ പ്രത്യേക നിസ്കാരമുറി പെൺകുട്ടികൾ ആവശ്യപ്പെടുന്നു എന്ന പ്രസ്താവനയും അതിശയോക്തി കലർന്നതാണ്. തങ്ങളുടെ നിയന്ത്രണത്തിലുള്ള ഒരു ഓട്ടോണമസ് സ്ഥാപനത്തിൽ മുസ്ലിങ്ങളുടെ ആവശ്യത്തിനായി ഒരു നമസ്കാരമുറി വിട്ടുകൊടുക്കാൻ മാത്രം ഒരു ക്രിസ്ത്യൻ മാനേജ്മെൻറ്റിന് ഹൃദയവിശാലത ഉണ്ടാകുമെന്ന് തൽക്കാലം ആരും കരുതുന്നില്ല. എന്നാൽ അവിടെ അധികം ഉപയോഗിക്കപ്പെടാതെ കിടക്കുന്ന ഒരു മുറി ആർക്കും ഉപദ്രവമില്ലാതെ ഏതാനും കുറച്ച് നാളുകളായി നമസ്കാരത്തിനായി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നത് തുടർന്നും ഉപയോഗിക്കാനുള്ള ഒരു അനുമതി മാത്രമാണ് അവർ ആവശ്യപ്പെട്ടിരിക്കാൻ സാധ്യതയുള്ളത് എന്നിരിക്കെ അത് ഒരു പുതിയ നമസ്കാരമുറി ആവശ്യപ്പെട്ടു എന്നാക്കിയതിൽ കോളേജ് മാനേജ്മെൻറ്റിന് എന്തെങ്കിലും ഗൂഢലക്ഷ്യങ്ങളുണ്ടോ? ഇത്തരമൊരു ആവശ്യം അംഗീകരിക്കാൻ കോളേജ് മാനേജ്മെൻറ്റിന് യാതൊരു വിധത്തിലുള്ള ഉദ്ദേശവുമില്ല എന്ന് പകൽ പോലെ വ്യക്തമാണ്. കാര്യങ്ങൾ അങ്ങനെ അപ്പോൾ തന്നെ ലളിതമായി അവസാനിപ്പിക്കാതെ ആവശ്യം രേഖാമൂലം എഴുതിത്തരാൻ എന്തുകൊണ്ടാണ് മാനേജ്മെൻറ്റ് ആവശ്യപ്പെട്ടത് എന്ന ചോദ്യം നിലനിൽക്കുന്നു. പ്രത്യേക നമസ്കാരമുറി വേണമെന്ന് വിദ്യാർത്ഥികൾ ആവശ്യപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടിയാണോ അപേക്ഷ രേഖാമൂലം തരാൻ ആവശ്യപ്പെട്ടതെന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. വിദ്യാർത്ഥികളുടെ പ്രസ്തുത ലെറ്റർ പൊതുജനമധ്യത്തിൽ പ്രസിദ്ധീകരിക്കാനുള്ള ആർജവം കോളേജ് മാനേജ്മെൻറ്റ് കാണിക്കണം.
ഒപ്പം ആ പെൺകുട്ടികളുടെ ഇൻ്റർവ്യൂവും ഉൾപ്പെടുത്തണം. എന്നാലേ ഇക്കാര്യത്തിൽ വ്യക്തത വരൂ. കേവലം 4 പെൺകുട്ടികൾ പ്രിൻസിപ്പലിനെ ഖരാവേ ചെയ്തുവെന്നും യാതൊരു ആസൂത്രണവുമില്ലാതെ ആൺകുട്ടികളായിട്ട് യാതൊരു വിധത്തിലുള്ള സമ്പർക്കവും ഉണ്ടാകാൻ സാധ്യതയില്ലാത്ത പ്രസ്തുത മുസ്ലിം പെൺകുട്ടികളെ പിന്തുണക്കാനായി ഇത്രയും വലിയ ഒരു ആൺകുട്ടികളുടെ കൂട്ടം അവിടെ ചുമ്മാ ഉണ്ടായി എന്നും അതിൻ്റെ പുറകിൽ ഒരു സംഘടനയും പ്രവർത്തിച്ചിട്ടില്ല എന്നും അരിയാഹാരം കഴിക്കുന്ന ആരും വിശ്വസിക്കുകയില്ല. ഇക്കാര്യത്തിൽ മുസ്ലിം വിദ്യാർത്ഥി സംഘടനയായ MSF-നെതിരെ ആരോപണമുയർന്നെങ്കിലും അവർ അത് ശക്തമായി നിഷേധിക്കുകയുണ്ടായി. പിന്നെ ഇവർ ആരുമല്ലാതെ ഇത്രയും വലിയൊരു കോലാഹലം ചൊവ്വയിൽ നിന്നും വന്ന ആരെങ്കിലുമാണോ ഉണ്ടാക്കിയത്? വ്യക്തമായ ഒരു ഗൂഢാലോചനയും ആസൂത്രണവും ഇക്കാര്യത്തിൽ ദൃശ്യമാണ്. അത് പരമാവധി ഉപയോഗിക്കാൻ പുറത്തു നിന്നുള്ള സംഘപരിവാർ ശക്തികൾ ശ്രമിക്കുന്നുണ്ടെങ്കിലും അവരുടെ നേരിട്ടുള്ള ഒരു ഇടപെടൽ ഇക്കാര്യത്തിൽ ഏതാണെങ്കിലും വ്യക്തമല്ല. ഇവിടെ സംശയത്തിൻ്റെ മുൾമുന ഉയരുന്ന മറ്റൊരു വിഭാഗം SFIയുടെ നേർക്കാണ്. SFIക്കെതിരെ തുടക്കത്തിൽ തന്നെ ഇക്കാര്യത്തിൽ നിരവധി ആരോപണങ്ങൾ ഉയരുകയും SFIക്ക് ഇത് നിഷേധിക്കേണ്ടി വരികയും ചെയ്തിരുന്നു. SFIയുടെ കാര്യം പറയുകയാണെങ്കിൽ അത് നമ്മുടെ സഖാക്കളുടെ സംഘടനയാണല്ലോ. ഇതിനു മുമ്പ് ദ കേരള സ്റ്റോറി എന്ന മുസ്ലിം വിരുദ്ധ സിനിമ ദൂരദർശനിൽ പ്രക്ഷേപണം ചെയ്യാൻ തീരുമാനിച്ചപ്പോൾ അതിനെതിരെ ഏറ്റവും അധികം ബഹളമുണ്ടാക്കിയത് സഖാക്കളായിരുന്നു. അതിൻ്റെ പുറകിലെ തന്ത്രം പ്രത്യേകം പറയേണ്ടതില്ലല്ലോ. സാധാരണഗതിയിൽ ആരും ശ്രദ്ധിക്കപ്പെടാതെ പോകുമായിരുന്ന ഒരു സംഭവം സമൂഹത്തിൽ വലിയ ചർച്ചയാകാനും സാമുദായിക ധ്രുവീകരണം ഉണ്ടാകാനും കാരണമായത് സഖാക്കളുടെ പ്രത്യയശാസ്ത്രപരമായ ഈ നിലപാടായിരുന്നു. ഇതേ തന്ത്രം തന്നെയാണോ ഇതിനു പുറകിലും പയറ്റിയിട്ടുള്ളത് എന്ന് സംശയിക്കേണ്ടിയിരിക്കുന്നു. മുദ്രാവാക്യങ്ങൾക്കിടയിൽ ഞങ്ങളിപ്പോൾ ഭൂരിപക്ഷമായില്ലേ എന്ന് ആരോ ഒരാൾ ചോദിച്ചു എന്ന് പറഞ്ഞെന്ന് മാധ്യമങ്ങളും മറ്റും കാര്യമായി കൊട്ടിഘോഷിക്കുന്നുണ്ട്. എന്നാൽ ആരാണ് ഇത് ചോദിച്ചത് എന്ന് അന്വേഷിക്കാൻ ആർക്കും താല്പര്യമില്ല. ഇനി അഥവാ ചോദിച്ചെങ്കിൽ തന്നെ നമ്മുടെ ഏതെങ്കിലും SFI സഖാവ് ആവാനാണ് സാധ്യത എന്ന് വിശ്വസിക്കാനാണ് നമ്മുടെ മുൻകാല അനുഭവങ്ങൾ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. നിർഭാഗ്യവശാൽ കാളവെറ്റെന്ന് കേട്ടപ്പോഴേക്കും കയറെടുക്കാൻ വെമ്പൽ കൊള്ളുന്ന സമുദായത്തിലെ കുറേ ലോക്കൽ തലയെക്കെട്ടുകാരും ഇതിൽ ചാടി വീണു. കുട്ടികൾ നമസ്കാരമുറി ആവശ്യപ്പെട്ടെന്നും അതിൻ്റെ പേരിൽ പ്രക്ഷോഭമുണ്ടാക്കിയെന്നുമുള്ള കോളേജ് മാനേജ്മെൻറ്റ് ഭാഷ്യത്തെ അക്ഷരം പ്രതി വിശ്വസിച്ചതുപോലെ നിസ്കരിക്കാനുള്ള നിലവിലുള്ള ഒരു അവസരം തുടരാൻ മാത്രം ആവശ്യപ്പെട്ട കുട്ടികളുടെ ഭാഗത്താണ് തെറ്റ് എന്നും അതുവഴി പരോക്ഷമായി ഞങ്ങൾ തീവ്രവാദികളാണെന്നും മറുഭാഗത്തുള്ളവർ മാന്യന്മാരാണെന്നും പ്രഖ്യാപിച്ച് തങ്ങളുടെ സെക്കുലറിസം തെളിയിക്കാനും ആരും അംഗീകരിച്ചു തന്നിട്ടില്ലാത്ത സാമുദായിക പ്രാതിനിധ്യവും നേതൃത്വവും അരക്കിട്ടുറപ്പിക്കാനും ഈ അവസരം അവർ ഏതായാലും വേണ്ടെന്ന് വച്ചില്ല. തലയെക്കെട്ടുകാരുടെ പ്രസ്തുത പ്രസ്താവന വലതുപക്ഷ ക്രൈസ്തവ മീഡിയ വലിയ രീതിയിൽ ആഘോഷിച്ചു എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഹിജാബ് ഉൾപ്പെടെയുള്ള മുസ്ലിം മതചിഹ്നങ്ങളോട് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റുകൾക്ക് പൊതുവേ ഉള്ള അസഹിഷ്ണുത ഇതിനു മുമ്പും പലതവണ പുറത്തു വന്നിട്ടുള്ളതാണ്. മുസ്ലിങ്ങളോടും മുസ്ലിങ്ങളുടെ നമസ്കാരത്തോടുമുള്ള സ്വന്തം അസഹിഷ്ണുത കേരളീയ പൊതുസമൂഹത്തിലേക്ക് പടർത്താനും മറ്റ് സ്ഥാപനങ്ങളിലും അതിന് വിലക്ക് കൊണ്ടുവരാനുമുള്ള ഒരു ചിന്താഗതി ഇതിന് പുറകിലുണ്ടോ എന്ന് സ്വാഭാവികമായും സംശയിക്കേണ്ടതുണ്ട്. ഇവിടെ കോളേജ് മാനേജ്മെൻറ്റിൻ്റെ തന്ത്രപൂർവമായ മറ്റൊരു നിലപാട് കൂടി കണക്കിലെടുക്കേണ്ടതുണ്ട്. അതായത് സമരം ചെയ്ത വിദ്യാർത്ഥികൾക്ക് എതിരെ നടപടി ഉണ്ടാവുകയില്ല എന്ന പ്രസ്താവനയാണ് അത്. ഇതിലൂടെ ഒരു വെടിക്ക് 2 പക്ഷിയാണ് അവർ ഉന്നം വെച്ചത്. ഒന്ന്, കോളേജ് മാനേജ്മെൻറ്റ് എന്തോ വലിയ ഔദാര്യവും വിട്ടുവീഴ്ചയും ചെയ്തു എന്ന ഒരു പ്രതീതി ജനങ്ങൾക്കിടയിൽ സൃഷ്ടിച്ചു. മറ്റൊന്ന്, നടപടിയെടുക്കുകയാണെങ്കിൽ അതിൽ മിക്കവാറും SFIക്കാരായിരിക്കും പെടുക. ഇതിന് പുറകിലുള്ള യഥാർത്ഥ കളികൾ പുറത്തു കൊണ്ടുവരും. അത് ഒഴിവാക്കുക എന്നതുമാകാം ഇതിൻ്റെ രണ്ടാമത്തെ ലക്ഷ്യം. ഇതിനു പുറകിൽ ഒരു വലിയ ഗൂഢാലോചന സംഭവിച്ചിട്ടുണ്ട് എന്നുള്ളത് വ്യക്തമാണ്. സാധാരണഗതിയിൽ ഒരു നോ കൊണ്ട് അവസാനിപ്പിക്കേണ്ട ഒരു കാര്യം ഇത്രയധികം പ്രശ്നത്തിലേക്ക് വഴിവെച്ചത് എങ്ങനെയാണ്? നമസ്കാരമുറി അനുവദിക്കാൻ പോയിട്ട് നിലവിലുള്ള നമസ്കാരം തുടരാൻ തന്നെ അനുവദിക്കാൻ യാതൊരു ഉദ്ദേശവുമില്ലാത്തൊരു മാനേജ്മെൻറ്റ് എന്തിനാണ് രേഖാമൂലം വിദ്യാർത്ഥിനികളോട് അപേക്ഷ എഴുതി മേടിച്ചത്? ഈ വിഷയം മീഡിയയിലും മറ്റും പ്രത്യക്ഷപ്പെട്ട് എന്തിനാണ് വലിയൊരു വിഷയമാക്കിയത്? വിദ്യാർത്ഥിനികൾ നമസ്കാരമുറി തന്നെ ആവശ്യപ്പെട്ടുവെന്ന് എന്തിനാണ് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിച്ചത്? ഇനി അഥവാ അവർ അങ്ങനെ ആവശ്യപ്പെട്ടുവെങ്കിൽ അത് തെളിയിക്കാനോ ഇനി പറഞ്ഞത് തെറ്റിപ്പോയതാണെങ്കിൽ അത് തിരുത്താനോ കോളേജ് മാനേജ്മെൻറ്റ് തയ്യാറാണോ? എങ്ങനെയാണ് രാഷ്ട്രീയ പ്രാധാന്യം ഒട്ടും തന്നെ ഇല്ലാത്ത വിദ്യാർത്ഥിനികളുടെ ഒരു ആവശ്യം വിദ്യാർത്ഥി സംഘടനകളുടെ കൈകളിലെത്തുകയും അത് വലിയ പ്രക്ഷോഭമാവുകയും അത് മീഡിയയിലും സോഷ്യൽ മീഡിയയിലും വൈറലാവുകയും ചെയ്തത്? ഏത് വിദ്യാർത്ഥി സംഘടനയാണ് ഇതിനു പുറകിൽ പ്രവർത്തിച്ചത്? പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികളെ CCTV വീഡിയോകളിൽ നിന്ന് തിരിച്ചറിയാമെന്നിരിക്കെ എന്തുകൊണ്ടാണ് കോളേജ് മാനേജ്മെൻറ്റ് അതിന് തയ്യാറാകാത്തത്? പ്രക്ഷോഭം നടത്തിയ വിദ്യാർത്ഥികൾ തങ്ങളുടെ സംഘടനയിൽപ്പെട്ടതല്ല എന്ന് SFI വീഡിയോ ദൃശ്യങ്ങളുടെ അടിസ്ഥാനത്തിൽ തെളിയിക്കുമോ? എങ്ങനെയാണ് ഒരു ദിവസത്തിനുള്ളിൽ തന്നെ ഇതുവരെ ആരും കണ്ടിട്ടും കേട്ടിട്ടും ഇല്ലാത്ത കുറേ മുസ്ലിം സാമുദായിക പ്രതിനിധികൾ എന്ന് അവകാശപ്പെടുന്നവർ വന്ന് കോളേജിനെ ന്യായീകരിക്കുന്ന ഒരു സാഹചര്യമുണ്ടായത്?
എഴുതി തയ്യാറാക്കപ്പെട്ട ഒരു തിരക്കഥ പോലെ നമസ്കരിക്കാൻ സൗകര്യം വേണമെന്ന കുട്ടികളുടെ ആവശ്യത്തെ തള്ളിയുള്ള ഇവരുടെ പ്രസ്താവനകളെ മീഡിയകളിൽ, പ്രത്യേകിച്ച് മുസ്ലിം വിരുദ്ധ വാർത്തകൾ നിരന്തരം പ്രക്ഷേപണം ചെയ്യുന്ന വലതുപക്ഷ ക്രൈസ്തവ മീഡിയകളിൽ എങ്ങനെയാണ് തരംഗമായത്? ഇനി തെറ്റിദ്ധാരണയുടെ പുറത്താണ് അങ്ങനെ സംഭവിച്ചതെങ്കിൽ അത് തിരുത്താൻ ഈ പറയുന്ന തലയെക്കെട്ടുകാരെങ്കിലും തയ്യാറാകുമോ? കേരളത്തിൻ്റെ മതേതര പാരമ്പര്യത്തെ ഹനിക്കുന്ന ഈ നിർഭാഗ്യകരമായ സംഭവത്തിന് പിന്നിൽ പ്രവർത്തിച്ച ഗൂഢശക്തികളെ തിരിച്ചറിയാൻ ഈ ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടതുണ്ട്.